വൈജയന്തിയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അലീനയാണ് വൈജയന്തിയെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. വൈജയന്തിക്കാണെങ്കിൽ അലീന അടുത്തു വരുന്നതോ വൈജയന്തിയെ ശുശ്രൂഷിക്കുന്നതോ ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് അലീന വൈജയന്തിയോട് പറയുന്നുണ്ട്, മാഡം ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. മാഡത്തിനെ നോക്കാൻ ഇപ്പോൾ ഞാനല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുമില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം മാഡം എണീച്ച് നടക്കുന്നത് വരെ മാഡം എന്നെ സഹിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പറയുന്ന സമയത്ത് വൈജയന്തി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആ ബബിത ഇങ്ങോട്ടെങ്ങാനും വന്നിരുന്നെങ്കിൽ ഇവളുടെ പരിചരണത്തിൻ്റെ യാതൊരു ആവശ്യവും എനിക്കുണ്ടാവില്ലായിരുന്നു. ആ ബബിത എവിടെ പോയി കിടക്കുവാണോ എന്തോ ഇങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന സമയത്താണ് ബബിത ആ വഴി വരുന്നത്. ബബിതയോട് അലീന ആവശ്യപ്പെടുന്നുണ്ട്, ബബിത വൈജയന്തി മേഡത്തിന് നീ അടുത്ത് നിൽക്കുന്നതാണ് കൂടുതൽ താല്പര്യം. നീ എല്ലായ്പ്പോഴും അമ്മയുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യാനും എന്നെ ദ്രോഹിക്കാനും ഒക്കെ മുൻപന്തിയിൽ നിന്നത് നീ തന്നെയല്ലേ. അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നീയല്ലേ അമ്മയുടെ കൂടെ നിൽക്കേണ്ടത്. അമ്മ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. നീ അടുത്തുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ആകുമായിരുന്നു. അമ്മയ്ക്ക് മരുന്നോ വെള്ളമോ എന്താവശ്യങ്ങളുണ്ടെങ്കിലും നീ എടുത്തു കൊടുക്കുമായിരുന്നല്ലോ എന്ന്. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, എന്നെ കൊണ്ടാവില്ല അമ്മ അങ്ങനെ വിചാരിക്കണ്ട. അലീന അമ്മയ്ക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് തന്നോളും. എൻ്റെ ഫ്രണ്ട്സ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് പോകണം. അതും പോയിട്ട് എനിക്ക് പ്രത്യേകിച്ചാണെങ്കിൽ ഈ മരുന്നിൻ്റെയൊക്കെ സ്മെല്ലടിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അമ്മേ, അതുകൊണ്ട് എനിക്കിപ്പോൾ പറ്റില്ല എന്ന് പറയുമ്പോൾ വൈജയന്തിയുടെ മുഖം വല്ലാതെ അങ്ങ് സങ്കടത്തിലാവുകയാണ്. ആ സമയത്താണ് രോഹിത് വീട്ടിലേക്ക് വരുന്നത്. രോഹിത് കൃഷ്ണമോളോട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കൃഷ്ണമോളെ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, പഴയതുപോലെ തന്നെയാണ് രോഹിത് ഏട്ടാ. ഇപ്പം എന്താണ് ചേട്ടൻ ഇങ്ങോട്ട് വന്നത്? അവിടെ തന്നെയല്ലേ കമലാൻ്റിയുടെ വീട്ടിൽ നിൽക്കാനല്ലേ ചേട്ടൻ പോയത്? ആ സമയത്ത് രോഹിത് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നില്ലടി അവിടെ നിൽക്കാനായിട്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ചില്ലി കാശില്ല. ഇവിടെ ആയിരുന്നെങ്കിൽ അമ്മയൊക്കെ എനിക്ക് എന്തുമാത്രം പൈസ തരുമായിരുന്നു ഓരോ ആവശ്യത്തിനും. എനിക്കാണെങ്കിൽ അവരോട് എനിക്ക് പൈസ ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങ് പോന്നു. ഇവിടെയാണെങ്കിൽ എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും പൈസ വാങ്ങിക്കാം. ആ സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മയുടെ കയ്യിൽ നിന്ന് ഇനി ഒരു ചില്ലി കാശ് വാങ്ങിക്കാമെന്ന് ചേട്ടൻ കരുതണ്ട. അമ്മ ഇങ്ങനെ കിടക്കുന്ന അവസരത്തിൽ അമ്മയുടെ കയ്യിൽ വേറെ ക്യാഷൊന്നുമില്ല. ചേട്ടൻ വേണമെങ്കിൽ അച്ഛനോട് ചോദിക്കുക, അച്ഛൻ്റെ കയ്യിൽ കാണും. ആ സമയത്ത് രോഹിത് പറയുകയാണ്, അച്ഛനോട് ചോദിക്കാനോ? അയാളുമായിട്ട് ഞാൻ പിണങ്ങിയാണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഇനി ഈ വീട്ടിലേക്ക് വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് തിരിച്ചു പോയത്. ഇനി ഞാൻ നാണം കെട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനോ? എനിക്കതിനാവില്ല എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിൻ്റെ മനസ്സിൽ മറ്റു പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാലചന്ദ്രൻ്റെ റൂമിൽ കയറി എങ്ങനെയെങ്കിലും പൈസ എടുക്കണമെന്ന ആഗ്രഹത്തിലാണ് രോഹിത് നിൽക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ കുളിക്കാൻ പോകുന്ന സമയത്തിന് ബാലചന്ദ്രൻ്റെ റൂമിനകത്തേക്ക് രോഹിത് കടന്നു കയറുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ബാലചന്ദ്രൻ്റെ ഫോൺ ഇരിക്കുന്നത് കണ്ടിട്ട് ഈ അലീനയുടെ രഹസ്യങ്ങൾ എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഫോൺ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അച്ഛൻ്റെ അവിഹിത സന്തതിയാണല്ലോ അലീന, അവളെ കൊണ്ട് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതല്ലേ, അവളുടെ അമ്മയെ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും, അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ നിന്നും മറ്റു രഹസ്യങ്ങളാണ് രോഹിത്തിന് കിട്ടുന്നത്. അലീനയും രേവതിക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണം ബാലചന്ദ്രൻ ഫോണിൽ റെക്കോർഡായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അത് രോഹിത് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് രോഹിത്തിന് വല്ലാതെ പശ്ചാത്താപം ഉണ്ടാവുകയാണ്. അയ്യോ, അലീന ചേച്ചി എൻ്റെ സ്വന്തം അമ്മ പ്രസവിച്ച എൻ്റെ സ്വന്തം കൂടെപ്പിറപ്പായിരുന്നു. ഞാൻ എന്ത് മോശമായിട്ടാണ് അലീന ചേച്ചിയോട് പെരുമാറിയത്. അച്ഛനോടും ഞാൻ എന്ത് മോശമായിട്ടാണ് പെരുമാറിയത്. അച്ഛൻ ഇതെല്ലാം മനസ്സിൽ സഹിച്ചാണോ ഇത്രയും നാളും താമസിച്ചിരുന്നത്? അതുകൊണ്ടാണ് അച്ഛന് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായത്. പാവം എൻ്റെ അച്ഛൻ അമ്മയെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ കാര്യങ്ങൾ അമ്മ അച്ഛനിൽ നിന്നും മറച്ചു വെച്ചിട്ട് പോലും അച്ഛൻ അമ്മയെ വെറുത്തില്ല, ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടില്ല. എന്നിട്ടും അമ്മയ്ക്ക് എന്താ അഹങ്കാരമാണ് ഉണ്ടായിരുന്നത്? അലീന ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നു, എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ചേച്ചിയുടെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും? ഞാൻ എത്ര അപമര്യാദയായിട്ടാണ് ചേച്ചിയോട് പെരുമാറിയത്. ചേച്ചി അതെല്ലാം മനസ്സിൽ വെച്ചിട്ടുണ്ടാകുമോ എന്തോ. ചേച്ചിക്ക് ഈ സത്യങ്ങൾ അറിയാമല്ലോ, എന്നിട്ടും ചേച്ചി എന്നോട് ഇത്രയും നാളും അത് പറഞ്ഞില്ല. എന്നെ ഒരു കുഞ്ഞനുജനെ പോലെ കണ്ടു. എന്നെ ഒന്ന് വഴക്ക് പറയുകയോ അടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അത്ര ക്രൂരമായിട്ട് ചേച്ചിയോട് പെരുമാറിയിട്ട് പോലും ചേച്ചി എൻ്റെ കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞില്ല, പോലീസിനെ അറിയിച്ചില്ല. അത്ര സ്നേഹമാണ് എൻ്റെ ചേച്ചിക്ക് എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അലീന അവിടേക്ക് വരുന്നത്. അലീനയെ കണ്ടതും പെട്ടെന്ന് രോഹിത് വിളിക്കുന്നുണ്ട് അലീന ചേച്ചിയെന്ന്. ആ ഒരു അലീന ചേച്ചിയെന്ന് വിളിക്കുന്ന സമയത്ത് അലീന വല്ലാതെ അങ്ങ് ഒരു സർപ്രൈസായി പോവുകയാണ്. അലീന പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ രോഹിത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചേച്ചി എന്നോട് ക്ഷമിക്കണം, ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണ്, എൻ്റെ അമ്മ പ്രസവിച്ച മകളാണ് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ചേച്ചി എന്തേ എന്നിൽ നിന്നും ആ കാര്യം മറച്ചു വെച്ചു? ചേച്ചിക്കെങ്കിലും എന്നോട് പറഞ്ഞുകൂടായിരുന്നു സ്വന്തം കൂടെപ്പിറപ്പാണ് എന്നുള്ള കാര്യം.
ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അതൊക്കെ പോട്ടേടാ, ഞാൻ നിന്നെ സ്വന്തം അനിയനായിട്ടല്ലേ കരുതിയിട്ടുള്ളൂ. നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട. നീ ചെയ്ത കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ മനസ്സിലൊന്നും വച്ചിട്ടില്ല. നീ അറിഞ്ഞൂടാത്തതുകൊണ്ട് ചെയ്തതല്ലേ, ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. എന്താ നിനക്ക് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, അലീന ചേച്ചി ഉണ്ടാക്കുന്ന പല പ്രാവശ്യം ഉണ്ടാക്കിയ ഫുഡ് ഞാൻ എടുത്തെറിഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ മുന്നിൽ വഴക്കിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം എന്നോട് ക്ഷമിക്കണം. ഇനി അലീന ചേച്ചി എന്തുണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കും. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, നിനക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടം അത് പറഞ്ഞോ, അത് ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ ഓടി അടുക്കളയിൽ ചെന്ന് അലീന ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് രോഹിത്തിനോട് കഴിക്കാൻ പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അലീന ചേച്ചിയും കൂടെ ഈ പ്ലേറ്റിൽ നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അലീനയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അലീന രോഹിത്തിനോടായി ഒരു കാര്യം പറയുന്നുണ്ട്, മോനെ, ഞാൻ സ്വന്തം ചേച്ചിയാണെന്ന് അറിഞ്ഞു, പക്ഷേ ഇതൊരിക്കലും അമ്മയോട് പറയരുത്. അമ്മയ്ക്കിത് സഹിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ വൈജയന്തിയോട് ഈ കാര്യങ്ങളൊന്നും പറയില്ല എന്ന് രോഹിത്ത് അലീനയ്ക്ക് സത്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രോഹിത്ത് റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ബബിത പുറത്തു പോയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. രോഹിത്തിനെ കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്താ പെട്ടെന്ന് തിരിച്ചു പോകുന്നത് എന്ന്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം രോഹിത്ത് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് ബബിത രോഹിത്തിനോട് പറയുന്നുണ്ട്, എടാ, എങ്ങനെയെങ്കിലും ആ അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. എൻ്റെ കോളേജിൽ നിന്ന് കൂട്ടുകാരികൾ വരാനോ അല്ലെങ്കിൽ എനിക്ക് സ്വതന്ത്രമായിട്ട് ഒന്ന് ഫോണിൽ സംസാരിക്കാനോ പോലും അവൾ സമ്മതിക്കുന്നില്ലടാ. അതുകൊണ്ട് അവൾ ആരാ ഇവിടത്തെ? അമ്മ കിടപ്പിലായപ്പോൾ അവളാണോ ഇവിടുത്തെ കൊച്ചമ്മ? അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തുരത്തിയേ പറ്റൂ. അതിന് ഞാനൊരു മാർഗം പറഞ്ഞു തരാം. നീ അവളെ എന്തെങ്കിലും ദേഹോപദ്രവം ചെയ്യണം. ആ സമയത്ത് അവൾ പേടിച്ച് ഇവിടെ നിന്ന് അങ്ങ് പൊയ്ക്കോളും. അത് മറ്റാരോടും അവൾ പറയുകയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വിട്ടതാവുകയുമില്ല. അവൾ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് പുറത്തു പോയതും ആവും. അപ്പോൾ നീ അത് ചെയ്യുമോ രോഹിത്തെ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് വളരെ ദേഷ്യത്തോടു കൂടിയാണ് ബബിതയോട് സംസാരിക്കുന്നത്. ഇനി മേലാൽ അലീന ചേച്ചിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാം എന്നുള്ളൊരു കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത്. അമ്മ ഇത്രയും കിടപ്പിലായിട്ട് നിനക്കൊന്ന് തിരിഞ്ഞു നോക്കാനോ അമ്മയെ മരുന്ന് കൊടുക്കാനോ ശുശ്രൂഷിക്കാനോ അല്ലെങ്കിൽ അടുത്ത് ചെന്നിരുന്ന് ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കാനോ നിന്നെക്കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. അലീന ചേച്ചി സ്വന്തം മകളല്ലെങ്കിലും സ്വന്തം മകൾ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ടാണ് അമ്മയെ കെയർ ചെയ്യുന്നത്. അത് ഇവിടെ ഈ വീട്ടിൽ മറ്റാരും തന്നെ ചെയ്യുന്നുമില്ല. അതുകൊണ്ട് ഇനി അലീന ചേച്ചിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാം എന്നുള്ള കാര്യം ഈ വീട്ടിൽ ഒരൊറ്റ മനുഷ്യർ സംസാരിച്ച് പോകരുത്. അലീന ചേച്ചി ഈ വീട്ടിൽ കഴിഞ്ഞോട്ടെ, നമുക്കുള്ള ഭക്ഷണവും ഉണ്ടാക്കി തന്ന് നമ്മുടെ സ്വന്തം ചേച്ചിയെ പോലെ ഈ വീട്ടിൽ കഴിയും. അല്ലാതെ ആ ചേച്ചി ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ. ഇത്രയും നാളും നമ്മളല്ലേ ചേച്ചിയെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ അലീന ചേച്ചി ഒരു വാക്കുകൊണ്ട് പോലും നമ്മളെ ദ്രോഹിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി നീ ഒരിക്കലും അലീന ചേച്ചി ഇവിടെ നിന്ന് പുറത്താക്കാം എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ട. ആ സമയത്ത് ബബിത ചിന്തിക്കുന്നുണ്ട്, ഇതെന്തു പറ്റി പെട്ടെന്ന് ഈ രോഹിത്ത് ഇങ്ങനെ സംസാരിക്കുന്നതിന് കാരണം? രോഹിത്തിൻ്റെ മനസ്സ് മാറിയോ എന്നിങ്ങനെ ചിന്തിച്ച് ബബിത റൂമിലേക്ക് പോകുന്നുണ്ട്. അലീന രാത്രിയായപ്പോൾ വൈജയന്തിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അലീന രാത്രിയിലുള്ള ഫുഡ് കൊടുക്കാനായിട്ട് വൈജയന്തിയുടെ റൂമിലേക്ക് വരുന്ന സമയത്ത് അലീനയെ കാണുന്നതും വൈജയന്തി തിരിഞ്ഞു കിടക്കുന്നുണ്ട്. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മാഡം? മാഡത്തിന് ഉറക്കമൊന്നും വരുന്നില്ലേ? എന്താ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി ദേഷ്യത്തോടെ മുഖം തിരിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മാഡത്തിന് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട്? പണ്ടത്തെ ഒരു കഥ പറഞ്ഞു തരാം, ഒരു കോളേജുകാരിയുടെ കഥ. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ നിന്നും ഒരു പെൺകുട്ടി ഒരു ദൂരസ്ഥലത്ത് പഠിക്കാൻ വേണ്ടി പോയിരുന്നു. അവിടെ ചെന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു പുരുഷനുമായിട്ട് അവൾ അടുപ്പത്തിലായി. കല്യാണം കഴിക്കാതെ തന്നെ അവരൊരുമിച്ച് താമസിക്കാൻ തുടങ്ങി. അവർക്കതിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ആ പെൺകുഞ്ഞിനെ അവൾ പ്രസവിച്ചു. ആ സമയത്ത് അയാൾ അവിടെ നിന്നും ഓടിപ്പോയിരുന്നു. അങ്ങനെ അവളെ ചതിച്ചു എന്ന് മനസ്സിലാക്കി അവൾ മറ്റൊരു വിവാഹം കഴിച്ചു. ആ പെൺകുഞ്ഞിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അവൾക്കറിയില്ല. വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് അവൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറായത്. അതിലവൾക്ക് മറ്റു കുഞ്ഞുങ്ങളും ഉണ്ടായി. എന്തു പറയുന്നു മാഡം? ഈ കഥ മാഡത്തിന് ഇഷ്ടപ്പെട്ടോ? ഈ കഥ കേൾക്കുന്നതോടുകൂടി വൈജയന്തിയുടെ മുഖമൊക്കെ ആകെ പരിഭ്രമത്തിലാവുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, മാഡം എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? മാഡത്തിന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ മറ്റൊരാളുടെ കഥ പറഞ്ഞതാണ്. മാഡം ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? മാഡത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ മാഡം ആ പെൺകുഞ്ഞിനെ കൂടെ തന്നെ താമസിപ്പിക്കുമായിരുന്നോ? മാഡം മറ്റൊരു വിവാഹം കഴിക്കുമായിരുന്നോ? ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം വൈജയന്തിയുടെ മുഖം ആകെ വിയർക്കുന്നുണ്ട്. എന്നിട്ടും അലീന പറയുന്നുണ്ട്, അയ്യോ മാഡം എന്തിനാ ഇത്ര വിയർക്കുന്നത്? ഞാൻ വെറുതെ ഒരു കഥ പറഞ്ഞതേ ഉള്ളൂ. പണ്ട് എവിടെയോ ഒരു സംഭവിച്ച കഥ ബ്രിജിതാമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അല്ലാതെ ഞാൻ മാഡത്തിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും പറഞ്ഞ കഥയല്ല മാഡം.
അതുകൊണ്ട് മാഡം ഇതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. മാഡത്തിൻ്റെ മുഖം കാണുമ്പോൾ ഇത് മാഡത്തിനാണല്ലോ സംഭവിച്ചത് എന്ന് വിചാരിച്ചു പോവുമല്ലോ. അപ്പോൾ മാഡം ഉറങ്ങിക്കോ സുഖമായിട്ട്. ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം വൈജ ആകെ അങ്ങ് പരിഭ്രമത്തിലാവുകയാണ്. വൈജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവളെങ്ങനെയാണ് ഈ കഥകളൊക്കെ മനസ്സിലാക്കിയത്? എൻ്റെ ആഗ്രയിൽ നടന്ന സംഭവങ്ങളാണല്ലോ ഇവള് പറഞ്ഞത്. ഇവൾക്ക് എങ്ങനെ അറിയാം ഈ കാര്യങ്ങൾ? ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഈ വീട്ടിൽ ഇങ്ങനെ വേലയ്ക്ക് വന്നത്? എനിക്കറിയില്ല. ഇവൾ ആരാണ്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വൈജയന്തി കിടക്കുന്നുണ്ട്. മഴതോരും മുമ്പയുടെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഇനി ഉടനെ കാണും വരയ്ക്കും. ബൈ.